നല്ല മണമാണല്ലോ. നീ സോപ്പിട്ടെ. നീ സോപ്പിന്റെ മണം പിടിക്കാൻ വന്നതാ? സോപ്പിന്റെ മണം പിടിക്കാനല്ല, സ്നേഹിക്കാൻ വന്ന. നമുക്ക് വീട് മാറാം. എന്താ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം? പെട്ടെന്നൊന്നുമല്ല, കുറച്ച് നാളായി നിന്നോടത്ത് പറയണമെന്ന് വിചാരിക്കും. എന്താ പറ്റിയേ? അച്ഛനമ്മ എന്തെങ്കിലും പറഞ്ഞു? അവൻ എന്നെ ഒരു നോട്ടം കൊണ്ട് പോലും വിഷമിപ്പിക്കില്ല എന്ന് നിനക്ക് അറിഞ്ഞൂടെ? പിന്നെന്താ? നമുക്ക് രണ്ടുപേർക്കും നമ്മുടേതെന്ന് പറഞ്ഞൊരു സ്പേസ് വേണ്ടേ? ആ സ്പേസ് ഇവിടെ ഇല്ലേ? ഇത് നീ കളിച്ചു വളർന്ന വീടാ. നിനക്കിവിടെ ഉറക്കെ സംസാരിക്കാം, പൊട്ടിച്ചിരിക്കാം, തോന്നുമ്പോൾ എണീക്കാം, ഇഷ്ടമുള്ളപ്പോൾ പോയി ഇഷ്ടമുള്ളപ്പോൾ തിരിച്ചു വരാം. ഇതൊക്കെ ഞാനിവിടെ ചെയ്താലും ആരും ഒന്നും പറയില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഞാനതൊന്നും ഇവിടെ ചെയ്യില്ല. എനിക്ക് മാത്രമല്ല, കല്യാണം കഴിച്ചു വിട്ടിട്ടുള്ള എല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെ തന്നെ. കെട്ടിച്ചെന്ന വീട്ടിൽ ഇതൊന്നും അവർ ചെയ്യില്ല. പക്ഷേ ഇതൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. പൊട്ടിച്ചിരിക്കാനും ഉറക്കെ സംസാരിക്കാനും തോന്നുമ്പോൾ എണീക്കാനും ഇഷ്ടമുള്ളിടത്ത് പോയിട്ട് ഇഷ്ടമുള്ളപ്പോൾ വരാനും ഒക്കെ പറ്റുന്നൊരു സ്ഥലം എവിടാന്നറിയോ? ഞങ്ങളുടെ വീട്. എനിക്ക് നിനക്കും ഈക്വലി കംഫർട്ടായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമുക്ക് മാറിക്കൂടെ? പെട്ടെന്നൊരു വീട് വെച്ച് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒന്നും തകർക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പതുക്കെ നമ്മുടെ സേവിങ്സ് എല്ലാം യൂസ് ചെയ്ത് പതുക്കെ ഒരു വീട് വെച്ചാൽ മതി. നീ എന്ത് പറയണ? പെട്ടെന്ന് ഇങ്ങനെ മാറാന്നൊക്കെ പറഞ്ഞ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒറ്റയ്ക്കാവൂലേ? അപ്പം എൻ്റെ അച്ഛനും അമ്മയും അവരെ വിട്ടിട്ട് ഞാനിവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നിനക്കും അവരുടെ അടുത്ത് നിന്ന് കുറച്ച് മാറി നിൽക്കാം. ഉപേക്ഷിക്കണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അവരുടെ വെളിപ്പുറത്ത് തന്നെ നമ്മളുണ്ടാവും. ഇത് അച്ഛനോടും അമ്മയോടും എങ്ങനെ പറയാ? അവരെന്താ വിചാരിക്കുക? എന്നോട് ഈ കാര്യം ആരാ പറഞ്ഞതെന്നറിയോ? നിന്റെ അമ്മ. അമ്മ? അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷെ അമ്മയ്ക്കത് മനസ്സിലാവും. ഞാൻ നിന്നോട് പറഞ്ഞതേ ഉള്ളൂ. എനിക്കിഷ്ടമായില്ലെങ്കിൽ അത് വിട്ടേക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഫ്ലാറ്റാ ഇഷ്ടം. ഫ്ലാറ്റില്ലേ, ഫ്ലാറ്റ് വലിയ നിലയിൽ. അതാകുമ്പോ അവിടെ വെച്ച്